ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റമ്മൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്സ് വീഡിയോ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴംപൊരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സാണ് പഴംപൊരി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുള്ളത് ചെറിയ സ്ലൈസ് ആക്കി വെച്ചേക്കുവാണ്. പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും അതുപോലെ കുറച്ച് ജീരകപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു മിക്സ് ചെയ്ത് ബാറ്ററാക്കി വെക്കണം. ഒരുപാട് പഴുത്ത ഏത്തപ്പഴം അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോയിൽ റെക്കോർഡായിട്ട് വന്നിട്ടില്ല. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കല്ലേ. നമുക്ക് ഈവനിങ് ടൈമിലോ മോർണിംഗ് ടൈമിലോ ഒക്കെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ നോക്കുക, കമൻസൊക്കെ എന്നെ അറിയിക്കണം. ഇതിൻ്റെ കോട്ടിങ് നല്ല കോട്ടിങ് ആയിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ ആയിപ്പോയി. ഫ്ലെയിം ഇച്ചിരി കൂട്ടിയിട്ടാണ് തയ്യാറാക്കിയത്, അതുകൊണ്ടാണ് കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിപ്പോയി. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കോട്ടിങ് ആയിരുന്നു. രാവിലെ എനിക്ക് ഷോപ്പിലേക്ക് പോകേണ്ട ഒരു ടൈമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഹറിബറിയായിട്ട് തയ്യാറാക്കിയൊരു സ്നാക്സാണ്. പിന്നെ ഞാനൊരു കടായി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഏത്തയ്ക്കാപ്പം അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു. ഞാൻ ചായ ഇതും കൂടെയാണ് രാവിലെ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഇസ ഉണ്ടായിരുന്നു. ഇസ അടുത്തിരുന്ന് പാട്ട് പാടുകയും സംസാരിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കമൻസൊക്കെ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റമ്മൂസ് വേൾഡിനെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ എൻ്റെ താങ്ക്സ് അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഈ വീഡിയോയിൽ വന്നിട്ടുള്ള കറക്ഷൻസൊക്കെ എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു.